14-ാം തീയതി ഒരു വടമുണ്ട്. വടം എടുത്തു വെച്ച് എന്റെ അമ്മയുടെ മുമ്പിലും എന്റെ മുമ്പിലും വെച്ച് അവളെ ഇതേപോലെ അവിടെ അടി നടന്നപ്പോ ഇതേപോലെ ആ വടം എടുത്തു വെച്ച് അടിച്ചു. അത് മരിക്കുന്നതിന്റെ രാവിലെ ഇവൻ അവളെ കാണാൻ പോയി. അവളെ കാണാൻ പോയപ്പോഴത്തേക്ക് ആ തലക്കെ വെച്ച് മെസ്സേജ് ഇവളെ കാണിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതാ അവളുമായിട്ട് ഞാൻ സംസാരിക്കും, നീ ഇല്ലെങ്കിൽ എനിക്ക് അവളുണ്ട്. നമ്മൾ അറിയുന്നില്ല ഈ 15-ാം തീയതി ഇവള് വിഷം കഴിച്ചിരിക്കണെന്നോ അങ്ങനെയൊന്നും അറിയില്ല. അവള് ഇതേപോലെ ബെഡിലിരിക്കായിരുന്നു. ഇങ്ങനെ നമ്മൾ ചെന്നപ്പോ എഴിച്ച് പറഞ്ഞതൊന്നുമില്ല, അങ്ങനെ മിണ്ടാതെ അങ്ങ് അവിടെ ഇരിക്കണം. നമ്മൾ വിചാരിച്ച് ഇവള് അതിന്റെ സങ്കടം വേറെ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നതിന്റെ സങ്കടത്തിലാണ് അവൾ അവിടെ ഇരിക്കണെന്നാണ് വിചാരിച്ചത്. അവൾ ആശുപത്രിയിൽ വെച്ച് അമ്മയോടും പറയുന്നുണ്ട്, അമ്മ ഞാൻ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ സ്വയം ചെയ്തു എന്ന് പറയും. പക്ഷെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അവൻ ജീവനോടെ വെച്ച്. ഹലോ, വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോക്ക് നമ്മൾ ഇപ്പോ അടുപ്പിച്ച് സ്ഥിരമായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 4 എണ്ണെങ്കിലേ 7 ദിവസമാണ് ആഴ്ചയിലെങ്കിൽ 5-4 കേസുകൾ നമ്മളിപ്പോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഭർത്ത വീട്ടിൽ മരണപ്പെട്ടു, സ്ത്രീധന പീഡനം, അമ്മായിയമ്മയും ഭർത്താവും വീട്ടുകാരും കൂടി പീഡിപ്പിച്ചു, മർദ്ദിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നുണ്ടായ ഒരു സംഭവമാണ്. 20 വയസ്സുള്ള ഭാര്യ ഇരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞുണ്ട്, 16-കാരിയായ ഒരു പെൺകുട്ടിയും കൊണ്ട് ഈ ചെക്കൻ വീട്ടിലേക്ക് കയറി വന്നു. ഇതിലെ ഈ പ്രതി എന്ന് പറയപ്പെടുന്ന പയ്യൻ അതിന് വിഷമിച്ച് ഭയങ്കര സങ്കടമായിട്ടാണ് ഈ പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് എന്ന് വിളിച്ച് പറഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വന്ന് ഈ പെൺകുട്ടിയോട് നമുക്ക് പോവാം, കുഞ്ഞിനെടുത്ത് പോവാം, നമുക്ക് പോവാം, ഇനി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി അതിന് തയ്യാറായില്ല. ആ പെൺകുട്ടി അതിന് പറഞ്ഞ കാരണം, ഒരുപാട് പെൺകുട്ടികൾ, സാധാരണ പെൺകുട്ടികളെല്ലാം ഫസ്റ്റ് വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനൊരു കുഞ്ഞുണ്ട്, ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് നിന്നാൽ നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, മറ്റുള്ളവര്. ദയവ് ചെയ്ത് ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസിലായി പറയുന്നു, അവരെ നമ്മൾ ബോധർ ചെയ്യേ വേണ്ട. നമ്മുടെ ജീവിതം അത് നമ്മുടെ കയ്യിലാണ്, നമുക്കുള്ളതാണ്. നമ്മളിങ്ങനെ സഹിച്ചും വിഷമിച്ചും വേദനിച്ചും ഇരിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലേ? എന്തിനാണ് അങ്ങനെ ഇരിക്കണം? നമ്മൾ റിയാക്ട് ചെയ്യുക. നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ സമാധാനത്തോടു കൂടി. അപ്പോൾ ഈ പെൺകുട്ടി വീട്ടുകാരന്ന് വിളിച്ചപ്പോ ഈ പയ്യൻ രണ്ടാമതൊരു പെണ്ണിനെ, 16 വയസ്സുള്ള ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവന്നപ്പോ, ഈ പെണ്ണാ വീട്ടിലുള്ളപ്പോ തന്നെ കൊണ്ടുവന്നപ്പോ തന്നെ വിളിച്ചപ്പോ കൂടെ പോയിരുന്നെങ്കിൽ ഇന്ന് അത് ജീവനോടെ ഉണ്ടായേൻ. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഉള്ളത് വെള്ളായണിയിലാണ്. ശ്രീദേവിയാണ് ആത്മഹത്യ ചെയ്തത്. ശ്രീദേവിയുടെ സഹോദരിയാണ്. എന്താണ് സംഭവിച്ചത്? അവളെ കെട്ടിക്കൊണ്ടുപോയ പയ്യൻ 14-ാം തീയതി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നെന്നും പറഞ്ഞ് എന്നെ അമ്മേനും അവരുടെ വീട്ടിലേക്ക് വിളിച്ച്, അതായത് മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നു. 16 വയസ്സ്. അത് നമുക്ക് നേരെ അറിഞ്ഞൂടാ. അവര് വിളിച്ചങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴും ഇതേപോലെ പ്രശ്നം നടക്കണം. അവൻ ഇതേപോലെ അവന്റെ വല്യമ്മയുടെ അപ്പച്ചിയുടെ 2 മക്കള് ചേർന്ന് ഇവനെ അടിക്കുകയും അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ പ്രശ്നമായി. ആ കൊച്ചിനെ കൊണ്ട് വിട്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ വെച്ച് അവളടുത്ത് പറഞ്ഞ്, അനിയത്തിയുടെ അടുത്ത് പറഞ്ഞ്, ഇനി വാ നമ്മള് വീട്ടിൽ പോവാ, ഇനി ഇവിടെ നിക്കണ്ട, വീട്ടിൽ പോവാ. അപ്പൊ അവള് പറഞ്ഞ്, എനിക്ക് കൊച്ചുള്ളതാണ്, ഇനി ഞാൻ അവിടെ വന്ന് നിന്നാല് നാട്ടുകാരൊക്കെ ഓരോന്നും പറയും, അപ്പൊ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. വീണ്ടും ഈ പിറ്റേ ദിവസം 15-ാം തീയതി വീണ്ടും അവരവിടെ നിന്ന് വിളിച്ച് നമ്മൾ വീണ്ടും അങ്ങോട്ട് ചെന്നപ്പം ഇതേപോലെ അവിടെ വീണ്ടും പ്രശ്നം നടന്നു. വൈകുന്നേരമാണ് അവർ വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നത്. അവിടെ വീണ്ടും പ്രശ്നം നടന്നിട്ട് ഇതേപോലെ അവളെ വീണ്ടും ഇവൻ അടിക്കാണ്. ആ 14-ാം തീയതി ഒരു വടമുണ്ട്. വടം എടുത്തു വെച്ച് എന്റെ അമ്മയുടെ മുമ്പിലും എന്റെ മുമ്പിലും വെച്ച് അവളെ ഇതേപോലെ അവിടെ അടി നടന്നപ്പോ ഇതേപോലെ ആ വടം എടുത്തു വെച്ച് അടിച്ചു. അത് കഴിഞ്ഞ് ഈ 15-ാം തീയതി കൊച്ചിനെ ഇരുത്താൻ വേണ്ടി ഒരു കാറ് പോലത്തെ ഒരു കളിപ്പാട്ടമുണ്ട്. അതാണെങ്കിൽ അതെടുത്ത് ഇവിടെ ആ പ്രശ്നം നടന്നുകൊണ്ടിരുന്നപ്പോ
ആ കാർ എടുത്ത് വെച്ച് അടിച്ച്. ഇവർ ഈ 3 സെന്റ് നമുക്ക് 3 സെന്റ് അവക്ക് കൊടുക്കാന്ന് പറഞ്ഞിരുന്ന ആ 3 സെന്റ് അവക്ക് എഴുതി കൊടുത്തില്ല എന്നും പറഞ്ഞാണ് ഉപദ്രവം, എപ്പോഴും ഉപദ്രവിക്കണം. അതുമല്ല ഇവർ എപ്പോഴും വിളിച്ച് പൈസയൊക്കെ കേൾക്കും. അടുത്ത മാസം കൊച്ചിന്റെ ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് അമ്മ എടുത്ത് ഒരു ലോൺ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ഇതേപോലെ അമ്മ എന്നെ അവളെ കല്യാണം നടത്താൻ വേണ്ടി തന്നെ 2 ലോൺ എടുത്തിട്ടുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞു. അതിന്റെ പേരിലും അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇവര് തന്നെ ഇവളെ പേരിലും ലോൺ എടുത്തിട്ടുണ്ട് മുമ്പ് അവരെ വീട്ടിൽ വെച്ച്. അങ്ങനെ അവിടെ പ്രശ്നമായി. നമ്മൾ അറിയണില്ല ഈ 15-ാം തീയതി ഇവള് വിഷം കഴിച്ചിരിക്കണെന്നോ അങ്ങനെയൊന്നും അറിയില്ല. അവള് ഇതേപോലെ ബെഡിലിരിക്കായിരുന്നു. ഇങ്ങനെ നമ്മൾ ചെന്നപ്പോ എഴിച്ച് പറഞ്ഞതൊന്നുമില്ല, അങ്ങനെ മിണ്ടാതെ അങ്ങ് അവിടെ ഇരിക്കണം. നമ്മൾ വിചാരിച്ച് ഇവള് അതിന്റെ സങ്കടം, വേറെ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നതിന്റെ സങ്കടത്തിലാണ് അവൾ അവിടെ ഇരിക്കണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ വിഷം കഴിച്ച അവരിങ്ങനെ പറയാതെ വെച്ചിരുന്നു. അതുപോലെ തന്നെ അവന്റെ അമ്മ നമ്മളെടുത്ത് അവിടെ വഴക്കായപ്പം പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, നിങ്ങളൊന്നും ഇവിടെ ഇരിക്കേണ്ട, നിങ്ങൾ സംസാരിക്കുന്നു വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോന്നും പറഞ്ഞ് ഞങ്ങള് ഇതേപോലെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് പിറ്റേ ദിവസം ഇവര് വിളിക്കുന്നില്ല നമ്മളെ അങ്ങോട്ട് വിളിക്കാൻ അവന്റെ നമ്പരേ നമ്മളതിലുള്ളൂ. അപ്പോഴ് ഇതേപോലെ അതിന്റെ പിറ്റേ ദിവസം 17-ാം തീയതി ആയപ്പം ഇവക്ക് ഇതേപോലെ വയ്യ, സുഖമില്ല, ഛർദിലാണ്, ആഹാരമൊന്നും കഴിക്കാതെ 3 ദിവസം കൊണ്ട് ആഹാരം കഴിക്കുന്നില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടി ചെന്ന് ആശുപത്രിയിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി രാവിലെ. അപ്പോ മറ്റൊരു പെൺകുട്ടി, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തി പോലും ആവാത്ത ഒരു പെൺകുട്ടിയെ, 20 വയസ്സുള്ള ഭാര്യ, വീട്ടില് കുഞ്ഞും ഭാര്യ ഉള്ളപ്പോ തന്നെ, എല്ലാവരും ഉള്ളപ്പോ തന്നെ ഒരുത്തിനെ കൊണ്ട് ധൈര്യമായിട്ട് വീടിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. ഈ ഒരു കാര്യം വീട്ടുകാരെ അറിയിച്ച് അവർ വന്ന് ഈ പെൺകുട്ടീനെ കൊണ്ടുവന്നു. അപ്പൊ അവള് സമ്മതിച്ചില്ല. കൊച്ചിന് അച്ഛൻ വേണം, അതിനെ കളയാൻ വലിയ ഞാൻ സഹിച്ചു നിന്നോളാം, നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും അവിടെ നിന്നു. പിന്നീട് ആണ് ഇവരായിട്ട് സംസാരിക്കേണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞു വിട്ടു. പിന്നീട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതെ 2-3 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ, അവർ കൊടുക്കാതെയാകാം, അങ്ങനെ വളരെ തളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരാരും ഒന്നും ചെയ്യാതെ പിന്നീട് ഈ മോളെ കാണുമ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മോള് അവിടെ ഇരിക്കുകയായിരുന്നു, തളർന്ന് അനങ്ങാനോ ഒന്നിനും വയ്യാതെ. അപ്പൊ അമ്മായിയമ്മ വന്ന് പറഞ്ഞു ഇവള് വിഷം കഴിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വിഷം കഴിച്ചിട്ടാണ് ഇരിക്കണെന്ന കാര്യമൊന്നും ഇവര് പറഞ്ഞിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് പറയണേ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ ചോദിക്കുമ്പോൾ ഈ പറയുന്ന പഴത്തില് എലിക്ക് വിഷം വെച്ചപ്പോ അതറിയാതെ എടുത്ത് കഴിച്ചതാണെന്ന് പറയാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാ അല്ലെ, സ്വന്തം മോള് വിഷം കഴിച്ചിരിക്കുന്നു, അതായത് അങ്ങനെ പറയണമെന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം ഈ പെൺകുട്ടി ഒരിക്കലും വിഷം കഴിക്കാൻ സാധ്യതയില്ല. കാരണം തന്റെ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞിന് തന്റെ അച്ഛൻ വേണം എന്ന നിലപാടില് നാട്ടുകാരും വീട്ടുകാരും ഞാൻ ഒറ്റയ്ക്ക് വന്നു എന്ത് വിചാരിക്കും, എനിക്ക് വേണം, അതുകൊണ്ട് ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോലും വന്ന് നിൽക്കാൻ തയ്യാറാത്ത ഒരാള് ഈ കുഞ്ഞിനെ ഇത്രയും ഒരു പൊടിക്കുട്ടീനിട്ട് മരിക്കാൻ തയ്യാറാവില്ലേ? എന്തായാലും പിന്നെ ഇതുപോലെ വിഷം പഴത്തിൽ വെച്ചത് എലിക്ക് വെച്ചത് എടുത്ത് കഴിച്ചു എന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞോളോ എന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്ന ഒരു അമ്മായിയും ചെക്കനും വീട്ടുകാരും എല്ലാവരും ഇവരോട് അങ്ങനെ പറയുന്നു. അവരൊരു ഓട്ടോറിക്ഷ വിളിച്ചു കൊടുക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം അവിടെ നിന്ന് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ അവിടെ ചെന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വിഷമുള്ളിലുള്ള കാര്യം കുറച്ച് സീരിയസ് ആണ് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. ആ സീരിയസ് ആയിട്ട് ഈ ഇരിക്കുമ്പോഴും ഈ പറയുന്ന ഈ പയ്യൻ, ഈ പെണ്ണിന്റെ ഭർത്താവ് കുറച്ച് സീരിയസ് ആയിട്ട് ICUവിൽ കയറ്റി, വർത്താനം പറയാനോ ഒന്നും പറ്റാതെ ഈ പെൺകുട്ടി അവരോട് അമ്മോട് പറഞ്ഞിരുന്നു മരിക്കുന്നതിന് മുന്നേ, ഇങ്ങനെ പഴത്തില് എനിക്ക് വെച്ച വിഷം കഴിച്ചിട്ടാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ വീട്ടുകാരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊന്ന് പറയാതിരുന്നതെന്ന് വീട്ടുകാർ ഇപ്പോഴാ സംശയം ഇപ്പൊ അവര് പറയുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും അവിടെ ഈ പെൺകുട്ടി ICUവിൽ സീരിയസ് ആയിട്ട് കെടുക്കുമ്പോ, മരണത്തോട് മല്ലിട്ട് കെടുക്കുമ്പോ ഈ പയ്യൻ അവിടെ ഇരുന്നിട്ട് തലയ്ക്കാമ്പാട്ട് ഇരുന്നിട്ട് മെസ്സേജ് ചെയ്യാണ് കാമുകിക്ക്. എന്നിട്ട് അത് ഈ പെൺകുട്ടിക്ക്, ഈ ഭാര്യയ്ക്ക് കാട്ടി കൊടുത്തിട്ട്, തന്റെ കുഞ്ഞിന്റെ അമ്മയായ ഇയാളുടെ ഭാര്യയ്ക്ക് കാട്ടി കൊടുത്തിട്ട് ശ്വാസം പോലും ഇല്ലാതെ മരിക്കോ മരിക്കില്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയാണ്, നീ എന്തായാലും മരിക്കും, ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ, കണ്ടോ എന്റെ കാമുകിക്ക് ഞാൻ മെസ്സേജ് അയക്കാന്നൊക്കെ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാമാവുന്ന ആ പെൺകുട്ടിക്ക്
ഇതൊക്കെ ഇത്തരത്തിലുള്ള താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ്സിന്റെ ലെവൽ തന്നെ മാറും. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇതാവും. നമ്മൾ വെന്റിലേറ്ററൊക്കെ എടുക്കുന്നവർക്ക് പെട്ടെന്ന് എന്താ പറയുക, പ്രഷറും കാര്യങ്ങളും എല്ലാ ലെവലും നമ്മുടെ ബോഡിയിൽ മാറി അങ്ങനെയാണ് ആ മരണം സംഭവിച്ചിട്ടുണ്ടാവുക. അവിടെ വെച്ച് ഇല്ലെങ്കിൽ മകള് രക്ഷപ്പെട്ടെന്ന് ഇവര് പറയുന്നുണ്ട്. ഡോക്ടറിന്റെ അടുത്ത് പറയണ്ട, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ അഥവാ പറയണമെങ്കിൽ പഴത്തില് എലിക്ക് വിഷം വെച്ചപ്പോ അതെടുത്ത് അറിയാതെ കഴിച്ചതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഇതേപോലെ ആശുപത്രിയിൽ അവ ഒരു ഓട്ടോ വിളിച്ചു വിട്ടു തന്നു. അതും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പം ഇതേപോലെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇവ അവിടെ അപ്പഴും ഇരുന്നോണ്ട് പറയണ് ഇതേപോലെ എലിക്ക് വിഷം വെച്ചത് തന്നെ അത് പറഞ്ഞാൽ മതി വേറൊന്നും പറഞ്ഞു. അപ്പൊ അമ്മയായിട്ട് ഇവന് പ്രശ്നമായി അവിടെ ഇരുന്ന്. അവൻ കൊച്ചിനെ കൊണ്ട് അവൻ വേറെ വണ്ടിയിലാണ് വന്നത്. ഞാനും എന്റെ സഹോദരിയും കൊച്ചും ഓട്ടോയിൽ അമ്മയുടെ വണ്ടിയിലാണ് ആശുപത്രിയിൽ വന്നത്, ശാന്തിവിള വെള്ളായണിയിൽ. അപ്പോഴും ഇതേപോലെ അവ അവിടെ വെച്ച് പ്രശ്നം അവ അങ്ങ് എഴിച്ചുപോയി. നമ്മൾ ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് ഇതേപോലെ വിഷം കഴിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ച് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്ത് 108 വന്ന് അങ്ങനെ കൊണ്ടുപോയി. മരണം എവിടെ വെച്ചാണ് നടന്നത്? മെഡിസിൻ എവിടെ വെച്ചാണ്? സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ മെഡിക്കൽ കോളേജ്. നിങ്ങളിപ്പോ ഈ പ്രതിയെ പിടിച്ചോ? ഹസ്ബൻഡിനെ പിടിച്ചോ പോലീസ്? പോലീസ് ഇല്ല, അവരെ കാണാനില്ല എന്നാണ് പറയണേ. ഇപ്പൊ പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ല. ഇല്ല. അവരിങ്ങനെ നിങ്ങളുടെ അടുത്ത് കള്ളം പറയാൻ പറയാണ്, എനിക്ക് വെച്ച വിഷം കഴിച്ചു. അവന്റെ കുടുംബക്കാരങ്ങനെയാണ് പറയണത്, അവന്റെ അമ്മയും അവനും അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ ചേച്ചി പറഞ്ഞിരുന്നു അവിടെ പ്രയാസമാണ്, ജീവിക്കാൻ നിവർത്തില്ലാത്ത അവൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതേപോലെ അവൻ പൈസ കൊടുക്കാതെ അമ്മയുടെ അടുത്ത് പൈസ വിളിച്ച് കേട്ടിട്ട് കൊടുക്കാത്ത ദിവസമൊക്കെ അവിടെ പ്രശ്നം ഇവ അടിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ഇവൻ തന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോ ഇവൻ പറഞ്ഞ് നിന്റെ അനിയത്തി ഇവിടെ നിന്ന് വിളിച്ചോണ്ടുപോയി, ഗർഭിണിയെ പ്രസവിച്ച് 28 കഴിയാതെ അങ്ങ് വിളിച്ചോണ്ടുപോയി ഇതേപോലെ ബെൽറ്റ് ഒരാഴ്ച പോലെ ആവത്തപ്പം ബെൽറ്റ് എടുത്തു വെച്ച് അവളെ അടിച്ചിട്ടുണ്ട്. പിന്നെ കൊങ്ങയ്ക്ക് പിടിച്ച് ഇവക്ക് അങ്ങനെ ഫിക്സ് വന്ന് വീണ് അവൻ താക്കോല് കൊടുത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ദേഹോപദ്രവം തന്നെ. ഇവളിവിടെ വരുമ്പോ ദേഹത്തൊക്കെ ഇങ്ങനെ നീരടിച്ചും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നീരൊക്കെ അടിച്ചിരിക്കും. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ ഇവള് പറയണോ ഒന്നുമില്ല. അന്ന് ചെന്നപ്പോ ഇവൻ പറഞ്ഞു ഇതേപോലെ ഇവ അടിച്ചപ്പോഴാണ് ഈ നീരൊക്കെ വന്നത്. അവ എന്തോ ഇങ്ങനെ അവൻ പറയണ ഭയങ്കര അതെ. അപ്പൊ ശാരീരിക പീഡനങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും ഈ പെൺകുട്ടി ഭാഗത്തോടൊന്നും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. സ്വന്തം വീട്ടിലേക്ക് ഇടയ്ക്ക് വരുമ്പോ ശരീരത്ത് കാണുന്ന പാടുകളും കാര്യങ്ങളും കാണുമ്പോൾ വീട്ടുകാർ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഒരു പക്ഷെ വീണ്ടും പറയാണ്, നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന വിഷമങ്ങളൊക്കെ ശരിക്കും പറയണം. പല പെൺകുട്ടികളും വീട്ടുകാരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും പറയാതിരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഓക്കെ അല്ല. കാരണം ഇപ്പോൾ ഓരോ ദിവസം തന്നെ മിനിമം ഒരു 4-5 കേസുകളാണ് നമ്മളിത് കാണുന്നത്. ഈ പറയുന്ന ഭർത്താവും കണക്കാണ്, ഭർത്താവിന്റെ വീട്ടുകാരും കണക്കാണ്. ഒരാളും മനസാക്ഷി ഇല്ലാത്ത ആളുകളാണെങ്കിൽ പിന്നെ അവര് ചെയ്യുന്ന അവര് കൊല്ലും, അല്ലെങ്കിൽ അവര് മനഃപൂർവ്വം വിഷം തീറ്റിക്കുകയും കെട്ടി തൂക്കുകയും മറ്റു രീതിയിലേക്ക് ശ്വാസം മുട്ടിച്ചൊക്കെ കൊല്ലുകയും ചെയ്തു കഴിഞ്ഞിട്ട് ഈ പറയുന്ന പയ്യനെ ഇപ്പൊ കാണാനില്ല. കാണാണ്ടിരിക്കാനായിട്ട് ഇതെന്താ കടുകുമണിയും? പോലീസുകാർക്ക് പയ്യനെ കാണാനില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പയ്യനെ കാണാനില്ല. എന്താ എല്ലാത്തിലും പയ്യന്മാരെ കാണാനില്ല. ഒരാള് ഡൽഹിയിൽ കയറി, ഇതിന് മുന്നത്തെ ഒരു കേസിൽ ഒരാള് മറ്റേ പന്തിരങ്കാവ് കേസില് ഡൽഹിയിൽ പോയി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടേക്ക് ജർമ്മനിയിലേക്ക് കയറി, അതിനെയും കാണാനില്ല. എല്ലാ ചക്കന്മാരും കാനഡയിൽ വെടിപൊട്ടിച്ചിട്ടുള്ള ചാലക്കുടി സ്വദേശിയില് അതിനെയും കാണാനില്ല. അതായത് ഏത് ചക്കന്മാർക്കും അവരുടെ വീട്ടുകാർക്കും അവിടെ വന്ന് കയറുന്ന പെൺകുട്ടികളെ ഏത് രീതിയിൽ വേണമെങ്കിൽ കൊല്ലാം. എന്നിട്ട് അവരങ്ങോട്ട് കാണാനില്ല. കടുകുമണികളായിട്ട് അവർ നടക്കാം. പോലീസുകാർക്ക് കാണാനില്ല. ഈ മരിച്ചു പോകുന്ന പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് പോയി, അല്ലെങ്കിൽ അതിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അമ്മ പോയി. എന്താല്ലേ ഇത്? ഓരോ ദിവസം ഇത് തന്നെയാണ് നടക്കണം. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നടക്കണമെന്നെങ്കിലും ആലോചിച്ചുകൂടെ? നിയമം ശക്തമല്ലാത്തതുകൊണ്ടാണ്. ഇത് ചെയ്യുന്ന ആ ഒരു പ്രതിയെ പിടിക്കാനും അത് അറസ്റ്റ് ചെയ്യാനും ഈ കേസ് തെളിയണവരെങ്കിൽ അവരവിടെ എടുക്കട്ടെ. തെളിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ജീവപര്യന്തയോ വധശിക്ഷയോ ഒക്കെ അങ്ങോട്ട് കൊടുക്ക്, പുറലോകം കാണിക്കാതെ. അപ്പോ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു പേടി കയറും. ഇല്ലെങ്കിൽ ജനാധിപത്യ നാടല്ലേ, ജനങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് താഴെ സാറുമാരെ അവര് കൈകാര്യം ചെയ്തോളും. നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. തല്ലി കൊല്ലാൻ വേണമെങ്കിൽ ഒരു 10 ആള് കൂടി തല്ലി കൊന്ന ആർക്കെതിരെയാണ് കേസ് എടുക്കുക? വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സെയിം സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, ആത്മഹത്യ ചെയ്യാന്ന് പറയാം. അതായത് ഭർത്ത വീട്ടിൽ മരണപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരെന്നെ കാരണം. അത് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്താലും ശരി, തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയാലും ശരി, ഒക്കെ അതിന്റെ കാരണം അവർ തന്നെയാണ്. നമുക്ക് ബാക്കിക്കൊണ്ട് കേൾക്കാം.
വലിയ ഒരാളാണ്, ഞാൻ ഇതേപോലെ അടിച്ചു, അങ്ങനെയൊക്കെ രീതിയിലാണ് പറയുന്നത്. അല്ലാതെ ഇവ ഇങ്ങനെ കുറ്റം സമ്മതിക്കുന്നതല്ല. ഇങ്ങനെ ഞാൻ ഈ പറയുന്ന പെൺകുട്ടി, മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവിന് യാതൊരുവിധ കുറ്റബോധവും ഉളുപ്പോ ഒന്നുമില്ലാണ്ട് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടാണ് ആള് പറയണത്. ഞാനന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് അവളെ വിട്ടപ്പോ അവളെ മേത്ത് കണ്ട പാടുകളില്ലേ, അതല്ല ഞാൻ ബെൽറ്റ് കൊണ്ട് അടിച്ചതാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട്. പാവപ്പെട്ട വീട്ടുകാരാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ അമ്മ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് തന്നെ കൊടുത്ത് വിട്ടത്. ആ ലോൺ അടയ്ക്കാൻ വേണ്ടി അവര് പാത്രം കഴുകിയും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക കുടുംബശ്രീ ജോലികളോ അല്ലെങ്കിൽ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടായിരിക്കും അവരുടെ മരണം വരെയും ആ ലോൺ അടയ്ക്കാൻ അവർ നടക്കണം. ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണതിന്റെ കഷ്ടപ്പാടാണത്. എന്നിട്ട് പിന്നെയും ഇവർക്ക് കിട്ടിയതൊന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ പുറനാടുകളിലൊക്കെ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് സുഖമാണ്. അവരെ പോറ്റാനും തീറ്റാനും നിലനിർത്താനുള്ള കഴിവ് ആൺകുട്ടികൾക്കുണ്ടോന്നാണ് അവിടെ നോക്കുക. ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് കല്യാണം കഴിക്കണമെങ്കിൽ ഈ പെൺകുട്ടിക്കും വീട്ടുകാർക്കും ഇങ്ങോട്ട് ലക്ഷങ്ങളും കോടികളും കൊടുക്കണം. ഇങ്ങോട്ട്, അല്ലാതെ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയല്ലേ. അതാണ് ഇന്നത്തെ കാലത്ത് വേണ്ട. കാരണം നമ്മുടെ ജീവനും ഇതിനൊന്നും ഒരു വിലയില്ല. നാളെ നമ്മൾ ഇട്ടിട്ട് പോവോ ഈ ചക്കന്മാരെന്ന് അറിയില്ല. നമുക്ക് തിന്നാൻ വല്ലതും തരുന്നുണ്ടോന്ന് അറിയില്ല. നാളെ ഇതുപോലെ വേറെ വല്ലവരെ കൊണ്ടുവന്ന് ഇരുത്തുമെന്ന് അറിയില്ല, അല്ലെ? അപ്പൊ അവര് ഇങ്ങോട്ട് പൈസ തന്നിട്ടാണ് നമ്മളെ കെട്ടണ്ടേ. അതിനുള്ള കഴിവും കെൽപ്പും അവർക്ക് ഉണ്ടോന്ന്. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട് ഒഴികെ പുറംനാട്ടിലും ഒക്കെ ഉള്ളത്. അതാണ് ശരിയായ രീതി. ഇവിടെ അതല്ല. ഇപ്പോഴും ഇവിടെ ഇത് തന്നെ ജീവിതകാലം മുഴുവൻ ലോൺ കൊടുത്തതും പോരാണ്ട്, കാശുള്ളവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പിന്നെയും പോരാണ്ട് ചോദിക്കും. ഇല്ലാത്തവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പിന്നെയും ഈ വീട്ടുകാർ പോലും അറിയാതെ ഈ പെൺകുട്ടിയുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട് ഈ ചെക്കൻ. അത് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷ കാശുകൾ വരുമ്പോ പിന്നെയും അവരോട് പെണ്ണിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാശ് കൊണ്ടുപോവാന്ന് പറയില്ല. ഇതെന്തത്? ഇയാളൊക്കെ എന്തിനാ കല്യാണം കഴിക്കണേ? ഇപ്പൊ ഈ പറയുന്ന ഇവരുടെ ഈ കുഞ്ഞു ബേബീനെ, ഈ മരിച്ച കുട്ടീനെ ഇവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. ആ കുട്ടി ഈ കർമ്മം ചെയ്യാനായിട്ടുള്ള ഒരു കുഞ്ഞാണത്. ആ കുഞ്ഞായിരുന്നു ഈ അമ്മയുടെ കർമ്മം ചെയ്യേണ്ടതായിരുന്നു. ആ കുഞ്ഞിനെ പോലും അവര് കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വിഷമുള്ളിൽ ചെന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു, പാല് കുടിക്കുന്ന കുഞ്ഞായതുകൊണ്ട് തന്നെ എങ്ങാനും ഈ പെൺകുട്ടി പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ വയറ്റിലും ഈ വിഷം കാണും. അതുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ ആ ഡോക്ടർ പറഞ്ഞിരുന്നു. അതിന് പോലും ചെക്ക് ചെയ്യാൻ പോലും ഈ കുഞ്ഞിനെ അവര് കൊടുത്തിട്ടില്ല. ഈ കുഞ്ഞിനെ അവര് കൊല്ലും. കാരണം അവൻ ഈ ഭാര്യയും കുഞ്ഞുള്ളപ്പോ തന്നെ വേറെ ഒരുത്തിനെ കൊണ്ടുണ്ടെങ്കിൽ ഈ ഭാര്യയുടെ ശല്യം തീർത്തു. ഇനി ഈ കുഞ്ഞിന്റെ ശല്യം തീർക്കാനാണോ അയാൾക്ക് പാട്? ഒരു പാടുമില്ല, അല്ലെ? ഒരു അരിമണി വായനകത്തേക്ക് ഇട്ട് കൊടുത്താലും, അല്ലെങ്കിൽ കുറച്ച് നീളം കനമുള്ള ഒരു പൈനാപ്പിളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുത്തിത്തിരിക്ക് വായിൽ കൊടുത്തിട്ടാലും ശ്വാസം മുട്ടി അത് ചത്തുപോകും, അല്ലെ? അപ്പോ ആ കുഞ്ഞിനെ അവർക്ക് കൊടുക്കുന്നില്ല. പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് കേൾക്കാം. നമുക്കിപ്പോ മെയിനായിട്ട് വേണ്ടത് കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് വേണ്ടത്. കാരണം കുഞ്ഞെന്ന് പറയുമ്പോൾ 1 വയസ്സാവാൻ പോകുന്നു. അപ്പൊ അമ്മയാണ് മരിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചു കൊച്ചിനെങ്കിലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച്. പക്ഷെ കാരണം എന്താ വെച്ചാൽ അന്ത്യകർമ്മം അവളാണ് ഇപ്പൊ ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുഞ്ഞ്. അപ്പൊ അവൾക്ക് താഴെതൊന്നും ഇല്ല. അവൾക്കൊരു മോനുണ്ട്. ഈ മോനെ വെച്ചെങ്കിലും ഒരു അന്ത്യകർമ്മം ചെതലൊന്ന് പിടിപ്പിക്കാൻ പോലും നമുക്ക് ആ കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ കുഞ്ഞ് അതായത് ശ്രീദേവി വിഷം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി. 2 ദിവസം ഈ കുഞ്ഞു ആ വീട്ടിൽ തന്നെ ഉണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞിനെ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം പാല് കൊടുക്കാൻ സാധ്യത ഉണ്ട്. ഇവള് അബോധാവസ്ഥയിലാണോ പറയുന്നതില്ല കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഡോക്ടർമാരും പറയുന്നു അത് വിശ്വസനീയമല്ല. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യണം. അതിന് പോലും കുഞ്ഞിനെ തരുന്നില്ല. അവിടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ ഇത്രയും ദിവസം അവിടെ കിടന്നപ്പോഴും അമ്മൂമ്മയുടെ അടുത്താണ്, അവന്റെ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പൊ ആ കുഞ്ഞ് നമ്മൾ മാറി എടുക്കാൻ നമ്മളെടുത്ത് വരുന്നില്ല. പക്ഷെ ഇവര് വന്നാലും മതി, കൊച്ചിനെ നമുക്ക് വേണമല്ലോ. കുഞ്ഞിനെ വേണ്ടെന്നുള്ള നമ്മളെ മാത്രമല്ല. ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമായി കഴിഞ്ഞാൽ ഈ മറ്റൊരു ശ്രീദേവിയുടെ സഹോദരിയും കുഞ്ഞിനെ ഇവൻ അവൻ മെഡിക്കൽ കോളേജിൽ വെച്ചും അതായത് വയ്യാതെ കിടന്ന ഈ കൊച്ചിന്റെ അടുത്തും പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ ജയിലിൽ പോകുമെന്നാണ് എല്ലാരും പറയണത്. അങ്ങനെ ജയിലിൽ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കൊച്ചിനെയും കൊല്ലും, ഈ നിന്റെ സഹോദരനെയും കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവള് ഏറ്റവും ഇളയതായിരുന്നു. ഇവർക്ക് 3 പേരിൽ ഏറ്റവും ഇളയതാണ്. 2 പേര് ഇനിയുണ്ട്. ഇതിപ്പം മാക്സിമം പുറം ലോകം അറിയാതെ ഒതുങ്ങിപ്പോയത് തന്നെ ഈ പേടിച്ചിട്ടാണ്. ഇവന്റെ ഈ ആക്രമണം അവിടെ നടന്നിട്ട്
നടന്നിട്ടും നമ്മളാരും അറിയാത്തതോ ഒക്കെ ഇവര് പറയുന്നത് പേടിച്ചിട്ടാണ് ആ കൊച്ചു പറയാത്തത്. കാരണം ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഹോദരങ്ങളെയോ എന്റെ അമ്മയോ അച്ഛനോ ഇവരെന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ ആശുപത്രിയിൽ വെച്ച് അമ്മയോടും പറയുന്നുണ്ട്, അമ്മ ഞാൻ ഇല്ല ഞാൻ ഇങ്ങനെ സ്വയം ചെയ്തു എന്ന് പറയും. പക്ഷെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും അവൻ ജീവനോടെ വെച്ചേക്കൂല. ആ ഒരു പേടിയുണ്ട്. കാരണം അവന് 21-22 വയസ്സേ ഉള്ളൂവെങ്കിലും ഈ മനസാക്ഷി ഇല്ലാതെ ഈ കൊച്ചി ഇരിക്കുമ്പോ തന്നെ ഈ 16 വയസ്സായ വേറൊരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നുവെങ്കിൽ അത് പോരാഞ്ഞിട്ട് വേറെ മണക്കാടുള്ള ഏതോ ഒരു പെങ്കൊച്ചായിട്ട് ഇപ്പോഴും അഫയർ ഉണ്ടെന്നും ഇവള് ആ ആശുപത്രി കിടന്നപ്പോ ICUവിൽ അവളെ കാണാൻ പോയപ്പോ അവളുടെ തലയ്ക്ക് വെച്ച് മറ്റു പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നത് ഇവളോട് കൺവേ ചെയ്യാണ്. ഇപ്പൊ സീരിയസ് ആയി കിടന്നതിന്റെ അന്ന്, അത് മരിക്കുന്നതിന്റെ രാവിലെ ഇവൻ അവളെ കാണാൻ പോയി. അവളെ കാണാൻ പോയപ്പോഴത്തേക്ക് ആ തലയ്ക്ക് വെച്ച് മെസ്സേജ് ഇവളെ കാണിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതാ അവളുമായിട്ട് ഞാൻ സംസാരിക്കും, നീ ഇല്ലെങ്കിൽ എനിക്ക് അവളുണ്ട്. ഇതൊക്കെ കേട്ടാണ് പിള്ളേക്ക് ആദ്യം പോയി അപ്പോൾ വെന്റിലേറ്റർ കയറേണ്ടി വന്നത്. ഇതൊന്നും താഴെ നിൽക്കുന്ന നമ്മളോ, കാരണം പേടിച്ചിട്ടാണ് നമുക്കൊന്നും അവരൊന്നും പറയാതെ പോയത്. താഴെ നിൽക്കുന്ന നമ്മളോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. എടാ നീ കൊച്ചിന്റെ അടുത്ത് അങ്ങനെയൊക്കെ എന്തിനാടാ സംസാരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അവർ പറയുകയും ചെയ്തു. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കൊച്ചിനെ, അവനെ എന്തായിരുന്നാലും നമുക്കിത് ഇന്ന് ഒത്തുതീർപ്പിന് വന്ന ഇന്നലെ പോലീസുകാർ ഒത്തുതീർപ്പിനെന്നും പറഞ്ഞു. അതിലൊരു ആവശ്യം കുഞ്ഞ് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. നമുക്ക് നഷ്ടപ്പെട്ട് നമുക്ക് എന്നുള്ള എല്ലാ തീരാ ദുഃഖം തന്നെയാണ്. നമുക്ക് 20 വയസ്സായ കുഞ്ഞ്, അവൾ പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള കൊച്ചാണ്. A+, എത്ര A+ ഉണ്ട്. ഇപ്പൊ +2 റിസൾട്ട് വന്നു, ഇപ്പോഴല്ല കഴിഞ്ഞ വർഷം ദിവസം. അത്രയും മിടുക്കിയായ കൊച്ചിന് നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി എന്ത് ഒത്തുതീർപ്പാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. നേമം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ 2 തവണ വന്നു. അത് ഇവിടെ നാട്ടുകാർ കൂടുമെന്ന് കണ്ടീഷനിൽ ഇവര് പ്രത്യേക അച്ഛനെയും ആൾക്കാരും പ്രത്യേകം മാറ്റി നിർത്തി സംസാരിച്ച് വിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. നിങ്ങൾ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. ഒരു ഒത്തുതീർപ്പും ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. അല്ല, എന്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കാനാണ് ഈ മറ്റേ കാക്കിയിട്ട ഈ കോക്കാച്ചിമാര് പറയണത്? എന്ത് ഒത്തുതീർപ്പിന്? ഈ മകളെ ഈ ചെക്കനും വീട്ടുകാരും കൂടി വിഷം കൊടുത്ത് കൊന്ന് ആ കുട്ടീനെയും കയ്യിൽ വെച്ച് ഇനി അതിനെയും കൊല്ലാൻ പോവാണ്. മകള് ജീവനോടെ ഇരിക്കുമ്പോ തന്നെ വേറെ ഒരുത്തിനെ അവിടെ കൊണ്ടുവച്ചിരുന്നിട്ട് ഇവരായിട്ട് ഒത്തുതീർപ്പ്. ഇവർക്കാണ് നഷ്ടപ്പെട്ട അവരുടെ മകളെയും പിന്നെ ആ മകളുടെ കുഞ്ഞിനെ അമ്മയും ഇല്ലാണ്ടാക്കിയിട്ട് ഒത്തുതീർപ്പിന് വരുന്ന പോലീസുകാർക്ക് കൊടുക്കണം ആദ്യം 4 പെട. നാണാവില്ല ഇവരുടെ ഈ ഒത്തുതീർപ്പ്. അതന്നെയാണ് കേരളത്തിലെ ഏറ്റവും അധികം ക്രൈം. രാവിലെ മുതൽ നമുക്ക് ന്യൂസ് കാണാനേ തോന്നില്ല. അത്രയും ക്രൈമുകൾ സെയിം സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന നിങ്ങൾക്ക് തന്നെ ആലോചിച്ചൂടെ എന്റെ പോലീസുകാരെ? നിങ്ങൾ ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോ പ്രതികളെ സംരക്ഷിച്ചു കൊണ്ടുപോകാണ്ട് ഒന്നൊന്ന് അഴച്ച് വിട്. അവര് കയറി അടിക്കുന്നവരും ഇടിക്കുന്നവരും ബോംബിടുന്നവരും വെടിവെക്കുന്നവരൊക്കെ കുത്തണവരൊക്കെ കുത്തി കൊല്ലട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് അഴക്കി ഒന്ന് കണ്ണടച്ച് വീട്. നിങ്ങൾ എന്തൊക്കെയോ കേസുകൾ കണ്ണടച്ച് എത്രയോ ആൾക്കാരുടെ കൈക്കൂലിയൊക്കെ മേടിച്ച് പറയുന്നത് അനുസരിച്ചൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡറുകൾ അനുസരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഈ പറയുന്ന പ്രതികളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതും പാവപ്പെട്ടവരെ കാര്യമാണെങ്കിൽ പറയും വേണ്ട. എന്തൊത്തു തീർപ്പാണ് നിങ്ങൾ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് കേസില്ല അല്ലെ, ആ കുഞ്ഞിനെ നിങ്ങൾ വെച്ചോളൂ, ഞങ്ങളുടെ മോളുടെ വിധി അല്ലെ ബ്ലഡി ഫേറ്റ് എന്നൊക്കെ പറഞ്ഞ് കളയാം. ഇത് എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് പറ്റുക? ആ സഹോദരിക്ക് പറ്റുക? ആ കുട്ടിക്ക് അമ്മയില്ലാതെ തന്നെ ആര് അവ ഏത് പണിനെ കൊണ്ടാലും അത് തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താ പറയാ, ആ കുഞ്ഞിനെ കൊല്ലുന്ന ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവള് ജീവനോടുള്ളപ്പോ തന്നെ വേറെ ഒരുത്തിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവള് വിഷം ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് സീരിയസ് ആയിട്ട് കെടുക്കുമ്പോഴും തലയ്ക്കാൻ പാകത്ത് ബെഡിന്റെ അവിടെ ഇരുന്ന് പറയണത് ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കണം എന്റെ കാമുക്കി, ഞാൻ അവളെ കെട്ടും, ഈ പറയുന്ന എന്താ പറയാ എന്നൊക്കെ പറഞ്ഞ് മാനസിക വിഷമം സമ്മർദ്ദം കൂട്ടിയിട്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ ICUലേക്ക് കയറേണ്ടി വന്നത്. അപ്പൊ ഇവിടെ ഒരു ഒത്തുതീർപ്പും നോക്കാൻ ദയവ് ചെയ്തൊരു അമ്മമാര് വിചാരിക്കണം. നിങ്ങളുടെ വീട്ടിലാണത് സംഭവിച്ചെങ്കിൽ, നിങ്ങളുടെ മോൾക്കാണ് സംഭവിച്ചെങ്കിൽ ഒന്ന് ചിന്തിക്കാം. പിന്നെ ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കാനായിട്ട് ഇയാൾ സുകുമാരക്കുറിപ്പൊന്നുമല്ല. ഇതും തൊട്ട് മുന്നത്തെ പന്തിരാങ്കാവ് കേസിലുള്ള ആളും കടന്നു കളഞ്ഞു. കാനഡയിലത്തെ വൈനിങ് കാണാൻ ഈ പറയുന്നവരൊക്കെ ഈ ഗാർഹിക പീഡനങ്ങളും പെൺപിള്ളേരെ ഉപദ്രവിച്ചും കൊന്നും ഒക്കെ കടന്നു കളയണ ആൾക്കാരെ നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്? അതാ മനസ്സിലാവാത്തത്. ഈ വെറുതെ ഹെൽമെറ്റ് വെക്കാണ്ട് ഒന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ക്യാമറയിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് പെറ്റി വരുന്നു, പിന്നാലെ വന്ന് പിടിക്കുന്നു, ബുക്കും പേപ്പറും ഇല്ല, അല്ലെങ്കിൽ പുക ടെസ്റ്റ് നടത്തിയില്ല. ഇതൊക്കെ ഇത്രയും വലിയ കുറ്റം, അതൊക്കെ കുറ്റങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അതൊക്കെ പിടിക്കാനായിട്ട് ലോകം മുഴുവൻ ചൂലയച്ചിട്ട പോലെ പോലീസുകാർ നടക്കുന്നുണ്ട്. ഇതേപോലത്തെ കാര്യങ്ങൾ പിടിക്കി, ഇതൊക്കെ എന്നിട്ട് ഒഴിവാക്ക്.
ഇതൊക്കെ ഉണ്ടാക്കണത് കൊല്ലത്തിലെ ഒരു സംഭവമായിട്ട് മാറ്റി. ഇതിപ്പോ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല, നമുക്ക് പുറത്തു വരാൻ പറ്റുന്നുള്ള ധൈര്യമാണ് ഇതൊക്കെ ചെയ്തവർ, അല്ലെ? ഈ വീട്ടുകാരോട് എന്ത് ഒത്തുതീർപ്പിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർക്ക് ആ മരിച്ച പെൺകുട്ടിക്ക് നീതി നടപ്പിലാക്കുക, ആ കുടുംബത്തിന്, ആ കുഞ്ഞിന്. ഇവൻ ഇനി അടുത്ത ആളെ കൊണ്ടുണ്ട്, അതിനെ ഇവ തന്നെ ചെയ്യും. കാരണം ഇപ്പൊ തന്നെ ആ 16-കാരിനെ കൊണ്ടിട്ടും മണക്കാട് വേറൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് ഇവര് ഇപ്പൊ പറയുന്നുണ്ട്. ആളുകൾ പറഞ്ഞിട്ടാണ് അവരത് അറിയുന്നത്. അപ്പൊ തന്നെ അവനൊരു ഫ്രോഡാന്ന് മനസ്സിലായി. ഇനി ആ പെൺകുട്ടി മരിക്കണ വരെ വെയിറ്റ് ചെയ്യണം. അതും ഇതുപോലെ കുറച്ച് നാള് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ ഒന്ന് കുറച്ച് നാൾ ഓടി നടക്കും. അത് കഴിയും. അപ്പോഴേക്ക് അടുത്ത പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടിലെ മരണം കേൾക്കും, പിന്നെ അത് കൊണ്ട് നടക്കും, പിന്നെ ഇതന്നെ വന്ന് പറയും. അതടുത്തത് ഇത് എന്തിനാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്? ആളുകൾ ഇതൊന്നും കാണുന്നില്ലേ? എനിക്ക് പറയാനുള്ളത്, ഈ പെമ്പിള്ളേരോട് പറയാനുള്ളത്, ഏത് വലിയ വീട്ടിലാണെങ്കിലും ചെറിയ വീട്ടിലാണെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കൾ എന്ത് വിചാരിക്കുന്നു ഒന്നും ദയവ് ചെയ്ത് ഓർക്കരുത്. നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, മനസ്സമാധാന സന്തോഷം ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ? തലവേദന പിടിച്ചതാണോ, അത് അവിടെ നിന്ന് കൂടുന്ന എല്ലാവരും കൂടി തലവേദന തരാണോ എങ്കിൽ ലീവ് ഇറ്റ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ആ ജീവിതം കൊണ്ടെങ്കിൽ അത് കളയാം. നിങ്ങൾ എത്ര നമ്മൾ അഡ്ജസ്റ്റ് ഒക്കെ ഒരു മാക്സിമം ചെയ്ത് ആ രീതിയിൽ പോയിട്ടും ഒന്നും സെറ്റ് ആവുന്നില്ലെങ്കിൽ അത് മാറ്റുക. അല്ലാതെ അവരുടെ കൈകൊണ്ട് മരിക്കണവരെ നോക്കിയിരിക്കാനോ തല്ലുകൊണ്ട് ജീവിതകാലം കൊണ്ട് ചാവാനോ മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനോ ഒക്കെ നിന്നവരുടെയൊക്കെ ജീവിതം ഫെയിൽ തന്നെയാണ്, അല്ലെ? ചിലർ മാത്രം തിരിച്ചറിവും ബോധോദയം വന്ന് നന്നാവുമായിരിക്കും. ഒരിക്കലും നന്നാവില്ല. വീണ്ടും വീണ്ടും ഗുരുതരാവസ്ഥയിലേക്ക് പോണെങ്കിൽ ഈ പിള്ളേരെയും കൂടി തല്ലികൊല്ലണത് കാണാൻ നമ്മൾ നോക്കി നിൽക്കാൻ പാടില്ല. ബന്ധുക്കളും മിണ്ടണില്ലേ? മിണ്ടണ്ട. നാട്ടുകാരും മിണ്ടണില്ലേ? മിണ്ടണ്ട. ഇവര് അരി തന്നിട്ടാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ ഓക്കെ, അവരെ ബോധർ ചെയ്യണം. അതല്ലെങ്കിൽ എന്തിനാ അവരെ നോക്കണം? നിങ്ങൾ വീട്ടുകാരോട് പറയാനുള്ളൂ. പെമ്പിളേരെ കെട്ടിച്ചടക്കുമ്പോൾ എന്തുണ്ടായാലും മിണ്ടാതെ ഉരിയാടാതെ സഹിച്ച് കണ്ണീര് വാർത്ത് ആരറിയാതെ റൂമിലിരുന്ന് കരഞ്ഞ് ഇങ്ങനെ ഒന്നും പറയേണ്ട കാലല്ലെന്ന്. അങ്ങനെ പറയേണ്ട കാലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല. അനങ്ങാൻ വേണ്ടിയ വെട്ടും കുത്തും കൊല്ലയും കൊല്ലലാണ്. അതൊന്നൊക്കെ ചെറിയ നിസ്സാര കാര്യങ്ങളായിട്ടാണ്. അമ്പലത്തിൽ തേങ്ങ ഉടക്കണ ലാഘവത്തോടെ കൂടിയാണ് നിസ്സാരമായിട്ട് കഴുത്തൊക്കെ വെട്ടണത് ഇവിടെ ആൾക്കാർ കെട്ടി തൂക്കണത്. കാരണം ഇത് ഇന്നും ഈ ടി വിയിലൊക്കെ ഈ ന്യൂസ് തന്നെ സെയിം. ആ പെണ്ണിന്റെ ഭാര്യ അമ്മ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവളെ അങ്ങോട്ട് കൊല്ലാം, എന്നിട്ട് ഞാൻ വേറെ ഒരുത്തിന് ഇനിയും കെട്ടാം. മറ്റേ വീട്ടിലെ സംഭവം നമ്മൾ അറിഞ്ഞില്ല ടി വി കൂടെ. ഒരു പ്രശ്നമില്ല, ആ പയ്യനെ പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ പയ്യനെ കുറച്ച് നാൾ കഴിഞ്ഞ് വിട്ടു. നമുക്ക് അങ്ങനെ ചെയ്യാന്നേ. അത്രേ ഉള്ളൂ അവർക്കൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ. കാരണം ഒരു നിയമം ശക്തമല്ല. എന്തുകൊണ്ട് പടനാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാത്ത? 100-ൽ 1 കേസൊക്കെ നടക്കുള്ളൂ. അതും ഉണ്ടാവില്ല. അവിടുത്തെ നിയമം ശക്തമാണ്. അത് രണ്ടാമത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. തൂക്കിക്കൊല്ലും, വെടിവെച്ച് കൊല്ലും, തല വെട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതെന്നെ ചെയ്യും. അത് പറയുന്നിട്ട് അതുകൊണ്ടാണ് അവിടെ ഒന്നും ക്രൈമുകൾ നമ്മുടെ നാട്ടിലെ പോലെ വർദ്ധിക്കാത്തതും ഇല്ലാത്തതും ഒക്കെ. ഇവിടെ നാല് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രി അല്ല. ഇപ്പൊ ഏറ്റവും പൊട്ട നാട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളമാണ്. നമ്മുടെ നാട്ടില് നമ്മൾ മക്കളെയൊക്കെ വളർത്തി വെറുതെ കൊണ്ടുപോയി ഇതൊക്കെ കണ്ടു വളർന്ന നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ തന്നെ അവരെ മനസ്സിലാവുക. ഇവിടുന്ന് പിള്ളേരെയും കൊണ്ട് മറ്റെവിടെയെങ്കിലും രക്ഷപ്പെടുക നല്ലത്. അപ്പൊ പതിവ് പോലെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഇനിയും വരാതിരിക്കട്ടെ എന്നുള്ള ടോക്ക് ഓരോ തവണ പറയുമ്പോഴും ഇനിയും ഇത്തരത്തിലുള്ള ന്യൂസുകളൊന്നും വരാതിരിക്കട്ടെ, ചെയ്യേണ്ടി വരാതിരിക്കട്ടെ. ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ വീട്ടുകാർ കറക്റ്റായിട്ട് ഈ പെൺകുട്ടിയോട് വീട്ടിലേക്ക് നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി നാട്ടുകാരെയും ബന്ധുക്കളൊക്കെ പേടിച്ചിട്ട് അവിടെ വീണ്ടിരുന്നു. ഇപ്പൊ എന്തായി? ഇതേ നാട്ടുകാരും ബന്ധുക്കളും വന്ന് ഈ പെൺകുട്ടിയുടെ അടിയന്തരത്തിന്റെ ഫുഡും കഴിച്ചിട്ട് പോവാൻ വരാറായി. അത്രേ ഉള്ളൂ. അവർക്ക് നാളെ ഒരു വിഷയം കിട്ടി അത് തീർന്നു. മരിച്ചു കഴിയുമ്പോൾ അവര് പറയും അയ്യോ അവൾക്ക് അന്ന് പറയായിരുന്നില്ലേ, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് അന്ന് പറയാൻ സഹിച്ചു നിന്നേ. നമുക്ക് ആരുടെ സിമ്പതിയുടെ ആവശ്യമില്ല. ആരുടെ സിമ്പതിയും കിട്ടിയിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. നമ്മുടെ മുഖത്ത് നോക്കി സിമ്പതി കാണിക്കുന്നുണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മളെ കുറ്റം പറയുന്നവരായിരിക്കും. നമ്മുടെ ജീവിതം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. നമുക്ക് അവര് നമ്മളെ തിരിച്ചറിയണം. അത്രേ നമുക്ക് വേണ്ടു. അവർക്ക് തിരിച്ചറിയാൻ കഴിയണം, അല്ലെ? അപ്പൊ അടുത്തൊരു നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.